സൂറത്തുൽ ബക്രയിൽ വളരെ ഉന്നതമായ ഒരു ആശയം പങ്കുവെക്കുന്നു. അത് അൽ മാഇദയിലും ആലും ഇമ്രാനിലും ഒക്കെ വീണ്ടും ആവർത്തിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സൂറത്തുൽ ബക്ര 2-ാമത്തെ അധ്യായം 62-ാമത്തെ ആയത്ത്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസാറ വസ്വാബീന മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലഹും അജ്റഹും ഇൻദ റബ്ബി വഅമില സ്വാലിഹൈൻ ഫലഹും അജ്റഹും ഇൻദ റബ്ബിഹിം ലാ ഖൗഫുൻ അലൈഹിം വലാ യഹ്സനൂൻ. അവർക്കൊരു ഭയവും വേണ്ട, അവർ ലജ്ജിക്കുകയുമില്ല. എങ്ങനെയുള്ളവര്? ഇന്നല്ലദീന ആമനു, വിശ്വസിച്ചവരാകട്ടെ, അതായത് അറബി പ്രവാചകനിൽ വിശ്വസിച്ച മുസ്ലിങ്ങളാകട്ടെ, വല്ലദീന ഹാദു, യഹൂദന്മാരായിക്കോട്ടെ, വന്നസാറ, നസ്രാനികളായിക്കോട്ടെ, അതായത് ക്രിസ്ത്യാനികളായിക്കോട്ടെ, സ്വാബിയന്മാര് എന്ന് പറഞ്ഞ അന്നത്തെ ഗോത്രവർഗ്ഗക്കാരും അല്ലെങ്കിൽ ഹിന്ദു മതത്തെ പോലെ അന്നത്തെ ഇൻഡിജീനിയസ് റിലീജിയൻ, അപ്പൊ ഹിന്ദു മതത്തിൽപ്പെട്ടവരും അതിൽപ്പെടും. ആ ഒരു ഡെഫിനേഷനിൽ ഹിന്ദു മതത്തിൽപ്പെട്ടവരും ആര് തന്നെയും ആയിക്കോട്ടെ, ദൈവവിശ്വാസം ഉണ്ടാകുക, ഒരു അവസാനമുണ്ടെന്ന് വിശ്വസിക്കുക, ഇത് രണ്ടും ഒരു വിശ്വാസമാണെങ്കിൽ അടുത്ത വാചകമാണ് എന്നെ കൂടുതൽ ഇതാക്കുന്നത്. അമില സ്വാലിഹ്, നല്ല പ്രവർത്തികൾ, അമലുകൾ, സ്വാലിഹായിട്ടുള്ള അമലുകൾ ചെയ്യാൻ, നല്ല പ്രവർത്തികൾ, നന്മ പ്രവർത്തിക്കുന്നുവെങ്കിൽ അവർക്കൊരു പേടിയും പേടിക്കണ്ട. ഫലഹും അജ്റഹും ഇൻദ റബ്ബിഹിം, റബ്ബിൽ നിന്ന് നിശ്ചയമായും അവർക്ക് പ്രതിഫലമുണ്ട്. ഇനിയിപ്പോ അങ്ങനെ ഒരു പ്രതിഫലം തരുന്ന ഒരു നാളിനെ കുറിച്ചാണ് ഖുർആനിന്റെ രീതിയെങ്കിൽ അത്തരം ആളുകൾക്ക് അത് എന്തു തന്നെയാണെങ്കിലും ദൈവം അവർക്ക് പ്രതിഫലം കരുതി വെച്ചിട്ടുണ്ട് എന്നും വലാ യഹ്സനൂൻ, അവർ ലജ്ജിക്കേണ്ടി വരൂല എന്നും, അവർക്ക് ലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് ഒരു പേടിയും പേടിക്കണ്ട എന്നുള്ള അത്തരം ആശ്വാസ വചനങ്ങൾ ഒരുപാട് ഖുർആനിലുണ്ട്. അതേപോലെ തന്നെ പിന്നെ സൂറത്തുൽ കാഫിർ വായിച്ച് ലാസ്റ്റിൽ വരുന്ന സമയത്ത് നമുക്ക് പറയും, മതത്തിലൊരു നിർബന്ധവും നാം ഏർപ്പെടുത്തിയിട്ടില്ല, മതത്തിൽ ഹേമമില്ല, നിർബന്ധമില്ല. ലാ ഇക്രാഹ ഫിദ്ദീൻ, അതെ, അപ്പൊ ബലാത്കാരമില്ല. ഹേമം എന്നൊരു വാക്കുണ്ട്, ഹേമിച്ച് ഏൽപ്പിക്കുക, അങ്ങനെ നിർബന്ധിച്ച് ഏൽപ്പിക്കുക എന്ന് പറയും. മാത്രമല്ല അതിന്റെ പ്രവാചകന്റെ ജീവചരിത്രവും നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെ ബലപൂർവമുള്ള ഒരു സംഗതി അന്നത്തെ കാലത്ത് ഏതായാലും നടക്കും.